അവൾ അവനെ ഒന്ന് നോക്കി തിരിഞ്ഞു നടക്കാൻ നിന്നതും ആ കീ എടുത്തിട്ട് പോ. ബാക്കിൽ നിന്ന് അവൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. അവൾ ഒന്ന് സ്റ്റക്കായി നിന്നു. പിന്നെ മെല്ലെ തലചെരിച്ച് അവനെ നോക്കി. അവൻ്റെ നോട്ടം ടേബിളിലേക്കാണ്. അവൾ അവൻ്റെ നോട്ടം പോയ ഇടത്തേക്ക് നോക്കി. അയ്യോ, ഇത് എൻ്റെ കാറിൻ്റെ കീ അല്ലേ? അവൾ വിളിച്ചു കൂവിക്കൊണ്ട് ടേബിളിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഏയ്, ഇത് ചന്തയല്ല വിളിച്ചു കൂവാൻ. സോറി സർ, ഞാൻ പെട്ടെന്ന് എൻ്റെ കീ കണ്ടപ്പോൾ, അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. കീ എടുക്കാൻ കൈ നീട്ടിയതും വെയിറ്റ്. കീ കൊണ്ടുപോകുന്നതിൻ്റെ മുന്നേ നീ ഇതുകൂടി അറിയണം. എന്ത് സാർ? അവൾ ആകാംക്ഷയോടെ അവനെ നോക്കി. നിന്റെ അടുത്ത മന്ത് സാലറിയിൽ നിന്നും 5000 രൂപ കട്ടാകും. അയ്യോ, 5000 എന്തിന്? പിന്നെ നീ എന്ത് കരുതി? നീ കൊണ്ടു കയറ്റിയ എൻ്റെ കാറിൻ്റെയും നിൻ്റെ കാറിൻ്റെയും വർക്കിംഗ് എമൗണ്ട്. അതിന് സമ്മതമാണെങ്കിൽ കീ എടുക്ക്. അയ്യോ സാറേ, എൻ്റെ ശമ്പളം കൊണ്ടാ എൻ്റെ വീട് കഴിയുന്നേ. അവൾ അവൻ കാണാത്ത രീതിയിൽ ഒന്ന് ചെരിഞ്ഞു നിന്ന് കണ്ണിലൊന്ന് കുത്തി. ഹാവ്, മെല്ലെ മതിയായിരുന്നു. എന്ത് നീറ്റൽ! അവൾ പിറുപിറുത്തു. താൻ എന്താ പിറുപിറുക്കുന്നത്? സാർ, എൻ്റെ കണ്ണു കാണാത്ത അമ്മമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ തന്നെ വേണം എൻ്റെ ശമ്പളത്തിൻ്റെ പകുതി. പിന്നെ വീട്ടിലെ ചിലവ്, കറണ്ട് ബില്ല്, പാല്, പത്രം, അങ്ങനെ എന്തെല്ലാം ചിലവുണ്ട് മാസത്തിൽ. സാറേ ഒന്ന് കനിയണേ. അവൾ താന്നുകേണ്ട് നാടകം പറയുന്ന പോലെ അടിച്ചു വിടുകയാണ്. ആദിത്യൻ കണ്ണും വെടിച്ച് അവളുടെ ആക്ഷനും പറച്ചിലും നോക്കി നിൽക്കുകയാണ്. സാറിനറിയോ, എൻ്റെ അച്ഛൻ രാവിലെ ആയാൽ സ്വർണം നോക്കിയിരിക്കലാണ് പണി. സ്വർണം നോക്കിയിരിക്കലോ? അതിന് നിൻ്റെ അച്ഛൻ കള്ളനാണോ? അയ്യോ, അങ്ങനെയല്ല. കെട്ടിക്കാൻ പ്രായമായ മോളുള്ളതല്ലേ? അപ്പോൾ അവളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ സ്വർണം വേണ്ടേ? അത് ചിന്തിച്ച് പത്രത്തിലെ സ്വർണ്ണവില നോക്കിയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്. അവൾ ഒരു ഇളിയോടെ അവനെ തിരുത്തി കൊടുത്തു. അവനൊന്ന് അമർത്തിയ മോളി. ഇങ്ങനെ സംസാരിച്ച് നിൽക്കാതെ പോയി ജോലി ചെയ്യ്. അവൾ പിന്നെ അവിടെ നിന്നില്ല. വേഗം കാറിൻ്റെ കീയുമെടുത്ത് അവൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടു. ആദി, നാളെയാണ് റിസപ്ഷൻ. നീ കല്യാണത്തിനോ വന്നില്ല? റിസപ്ഷന് മസ്റ്റായിട്ട് വരണം. ഷുവർ അതുൽ. ഓക്കെ, നാളെ വൈകിട്ട്. ഓക്കെ അതുൽ. ആദിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അതുൽ, കസിനും കൂടിയാണ്. ആദി അതുലിൻ്റെ റിസപ്ഷനിൽ വന്നതാണ്. ആദി അതുലിന് സ്റ്റേജിൽ കയറി കൈകൊടുത്ത് തിരിഞ്ഞപ്പോഴാണ് ഗൗരിയെ കാണുന്നത്. അവൻ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. ലാവണ്ടർ കളർ ബീഡ് വർക്കുള്ള കുഴഞ്ഞു കിടക്കുന്ന സാരിയിൽ അതീവ സുന്ദരിയായിരുന്നു അവൾ. മുടി നിവർത്തിയിട്ട് മുല്ലപ്പൂവും ചോടി, വലിയ കണ്ണുകൾ നീട്ടി വരച്ച്, കഴുത്തിൽ നെക്ലേസും, ഇരു കൈകളിൽ അതേ മോഡലിലുള്ള വളയും ഇട്ട് നേരിയ മൈക്കപ്പിൽ അതുലിൻ്റെ പെണ്ണുമായി സംസാരിച്ചു നിൽക്കുകയാണ്. അതുൽ, മീനുവിൻ്റെ കൂടെയുള്ള കുട്ടി ഏതാ? എന്തേ ആദി, ഇത്രയും കാലം ഒരു പെണ്ണും മനസ്സിളക്കിയിട്ടില്ല എന്ന് പറഞ്ഞു നടന്ന നീ, അവളിൽ ഇളകിയോ നിന്റെ ഹൃദയം? അതുൽ കളിയാക്കി ചോദിച്ചു. പോടാ, അതൊന്നുമല്ല. അവളുടെ പേര് ആദ്യമൊന്ന് ആലോചനയിലായി. ഗൗരി നന്ദ. അതുൽ ഒരു കള്ളച്ചിരിയോടെ ഓർമ്മിപ്പിച്ചു കൊടുത്തു. ആ, അത് തന്നെയാണെന്ന് തോന്നുന്നു. ഏതായാലും കക്ഷി ഇവൾ തന്നെ. എന്തേ ആദി, നിനക്കറിയോ ഗൗരിയെ? പിന്നെ അറിയാതെ ഇരിക്കോ? എന്തൊരു വായാടിയാണ്. അമ്മോ, എൻ്റെ ഓഫീസിലെ സ്റ്റാഫാണ്. എവിടുത്തെ? ഈ ടൗണിലെ പുതിയ കമ്പനി ഓപ്പൺ ആക്കിയില്ലേ, അവിടെ. മീനു പറഞ്ഞിരുന്നു അവൾ ജോലിയിൽ കയറിയ കാര്യം. റിസൾട്ട് വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഇട്ട് മൂടാനുള്ള പണമുണ്ട്. പക്ഷേ ആള് പരസഹായിയാണ്. അതാണ് വേഗം ജോലിയിൽ കയറിയത്. അതുൽ, നീ എന്താ പറയുന്നത്? ഇട്ട് മൂടാനുള്ള പണമോ അവൾക്ക്? ആ ആദി, നീ ഇത്തിക്കൽ ജ്വല്ലറി എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ കേൾക്കാതിരിക്കോ? 3-4 ബ്രാഞ്ചുള്ള ആ ജ്വല്ലറിയെ അറിയാത്തവർ ചുരുക്കമല്ലേ. എന്നാലേ ആ ജ്വല്ലറിയുടെ സാരഥി അനന്തൻ വർമ്മയുടെ ഒരേ ഒരു കൺമണിയാണ് ആ നിൽക്കുന്നത്. ആദി കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ അതുലിനെ നോക്കി. എന്താ നീ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? അത് അതുൽ, ഇന്നലെ അവൾ എന്നോട് വലിയൊരു കണ്ണീർ കഥ പറഞ്ഞു. വീട്ടിൽ കണ്ണു കാണാത്ത അമ്മൂമ്മയുണ്ട്. അവർക്ക് മരുന്നും മറ്റും വാങ്ങിക്കൊടുക്കണമെന്നും വീട്ടു ചിലവ്, പാല്, അങ്ങനെ ഒരുപാട് പ്രാരാബ്ധ കഥ. ശരിക്കും വിശ്വസിക്കും അവളുടെ ആ നേരത്തെ സംസാരം കേട്ടാൽ. എന്നാലേ ആദി, നീ അടുത്ത ആഴ്ച മീനുവിൻ്റെ വീട്ടിലേക്ക് വാ. അവളുടെ വീടിൻ്റെ തൊട്ടപ്പുറമാണ് ഗൗരിയുടെ വീട്. നേരിട്ട് കണ്ട് നിനക്ക് സംശയം തീർക്കാലോ. അതിന് അതുൽ, നിൻ്റെ ഭാര്യ വീട്ടിൽ വരാ എന്നൊക്കെ പറഞ്ഞാൽ? എടാ, വെറുതെ അങ്ങനെ കയറി വരണ്ട. മീനുവിൻ്റെ മുത്തശ്ശൻ്റെ 70ാം പിറന്നാളാണ് അന്ന്. വലിയ ഫംഗ്ഷനാണ്. എൻ്റെ ബന്ധുക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. നിന്നെ വിളിക്കാൻ ഞാൻ നോട്ട് ചെയ്തതാണ്. ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് പറയാമെന്ന് വെച്ചതാ. അന്ന് വാ, ഞാൻ എല്ലാം തെളിയിച്ചു തരാം നിനക്ക്. ആ, വരണം. ആ കള്ളിയെ കയ്യോടെ പിടിക്കണം. എന്ത് പ്രകടനമായിരുന്നു! പെരും കള്ളി.
മീനു വരുന്നുണ്ട്, ഒന്നിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാം നിനക്ക്. അതുൽ ആദിയെ പിടിച്ചു നിർത്തി. മീനു ഗൗരിയുടെ കൈയും പിടിച്ച് സ്റ്റേജിലേക്ക് കയറി. ഗൗരി മീനുമായി നല്ല കത്തിയടിയിലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജിലുള്ള ആദിയെ ശ്രദ്ധിച്ചതുമില്ല. ചേർന്ന് നിൽക്കോ, ഫോട്ടോഗ്രാഫ് പറഞ്ഞതും അതുലും മീനുവും ചേർന്ന് നിന്നു. മീനുവിൻ്റെ അടുത്ത് ഗൗരിയും നിന്നു. എന്നാൽ അവളുടെ തൊട്ടപ്പുറം തന്നെ ആദിയും വന്നു നിന്നു. ആരപ്പോ അടുത്ത്? ഗൗരി ചിന്തിച്ചുകൊണ്ട് ആദിയുടെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ തള്ളിപ്പോയി. ഏയ് നേരെ നോക്കൂ, ഫോട്ടോഗ്രാഫ് പറയുന്നുണ്ട്. ഗൗരിക്ക് ആണെങ്കിൽ കണ്ണിൻ്റെ കൃഷ്ണമണിയെ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അവളുടെ കണ്ണുകൾ അവനെ തന്നെ ഇടം കണ്ണിട്ട് നോക്കുകയാണ്. ഏയ് കണ്ണേ, ആ ക്യാമറയിലേക്ക് ഫോക്കസ് ചെയ്യൂ. ഗൗരി പിറുപിറുക്കുന്നുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയതും ഫോട്ടോഗ്രാഫർ ഫോട്ടോയിൽ എടുത്തു. ഫോട്ടോയിൽ വൃത്തിയിൽ പതിഞ്ഞു. ഗൗരി ആദിയെ ഇടം കണ്ണിട്ട് നോക്കുന്നത്. ഫോട്ടോ എടുത്ത് ആദി ഗൗരിയെ മൈൻഡ് പോലും ചെയ്യാതെ മീനുവിനും അതുലിനും കൈകൊടുത്ത് സ്റ്റേജിൽ നിന്നും ഇറങ്ങി. ഗൗരി നഖം കടിച്ച് അവൻ പോകുന്നതും നോക്കി നിൽക്കുകയാണ്. എന്താ ഗൗരി, നിനക്കറിയോ അവന്? ആ മീനു, എൻ്റെ ഓഫീസിലെ CEO ജീതേന്ദ്രൻ വർമ്മ സാറുടെ മകനാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രൊജക്റ്റിൻ്റെ ഹെഡ് കൂടിയാണ് അയാൾ. എന്നിട്ട് നിന്നെ മനസ്സിലായില്ലേ ഗൗരി? ആ, അത് തന്നെ ഞാനും ചിന്തിക്കുന്നത്. ചിലപ്പോൾ മീനു എൻ്റെ ഈ സ്റ്റൈൽ മനസ്സിലായി കാണില്ല. ഞാൻ ഓഫീസിലേക്ക് അധികവും കുർത്തിയല്ലേ ധരിക്കാറ്, സാരി ഉടുക്കാറില്ലല്ലോ. നാളെ സാരി ഉടുത്ത് തന്നെ ഓഫീസിൽ പോകണം. അങ്ങനെ ഗൗരിയെ ആരും മനസ്സിലാവാതിരിക്കാൻ പാടില്ലല്ലോ, അവൾ സ്വയം പറഞ്ഞു. അയ്യോ കിരൺ, ആരാ വരുന്നതെന്ന് നോക്ക്. നിഷ കിരണിനെ തോണ്ടി വിളിച്ച് ഓഫീസിലേക്ക് സാരിയും ഉടുത്ത് വരുന്ന ആ ഗൗരിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഗൗരി എല്ലാവരും അവളെ ശ്രദ്ധിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ എല്ലാവർക്കും പുഞ്ചിരി നൽകി നിഷയെയും നോക്കി അവളുടെ അടുത്തേക്ക് പോയതും സൈഡിലൂടെ വന്ന ആദി അവളെ കണ്ടില്ല. അവൻ്റെ ശ്രദ്ധ അവൻ്റെ കയ്യിലെ ഫോണിലായിരുന്നു. രണ്ടുപേരും സ്പീഡിലാണ് വരുന്നത്. ആദ്യം അവളുടെ മേലേക്ക് മുട്ടി നിന്നു. എങ്കിൽ അവൻ്റെ മുട്ടലിൻ്റെ സ്പീഡിൽ ഗൗരി വീഴാൻ പോയതും ആദ്യ വെപ്രാളത്തിൽ അവളെ ഇടുപ്പിലൂടെ പിടിച്ചു നിർത്തി. അവൻ്റെ കയ്യിലെ വില കൂടിയ ഫോൺ തെറിച്ച് എങ്ങോട്ടോ പോയി. എല്ലാവരും ഞെട്ടലോടെയാണ് ഈ രംഗം കാണുന്നത്. ആദ്യം അവളെ പിടിച്ച് നേരെ നിർത്തി. എല്ലാവരുടെയും നോട്ടം ഞങ്ങളിലാണെന്ന് തോന്നിയതും ആദിക്ക് കലിപ്പ് കയറി. ഇത് ചുറ്റി നടക്കാൻ അറിയില്ലെങ്കിൽ ചുറ്റരുത്, സാരിയും ചുറ്റി വന്നിരിക്കുന്നു, കല്യാണമല്ലേ ഇവിടെ? അവൻ പുച്ഛിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. ഗൗരി മുട്ടിയതിൻ്റെ ഷോക്കിൽ നിന്നും പോയിട്ടില്ല. അവൾ അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു പോയി. നിഷയും കിരണും അവളുടെ അടുത്തേക്ക് ധൃതിയിൽ വന്നു. എന്തേ ഗൗരി, വല്ലതും പറ്റിയോ? അത് കിരൺ, എൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ മിടിപ്പ് കുറയുന്നില്ലല്ലോ ഈശ്വര, അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. സത്യത്തിൽ സാറുടെ അടുത്താണ് ഫാൾട്ട്. സാറാണ് സ്പീഡിൽ വന്നതും പോരാത്തതിന് ഫോണും നോക്കി. ഗൗരിയുടെ മറ്റൊരു ഫ്രണ്ട് രേഷ്മ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ഇവളും സ്പീഡിന് കുറവൊന്നുമില്ലായിരുന്നു. നിഷയ്ക്ക് ഗൗരിയെ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ ഗൗരി വന്നതിന് ശേഷം ഓഫീസിൽ സൗന്ദര്യത്തിൽ മുന്നിൽ നിന്നിരുന്ന നിഷ ഒന്ന് ബാക്കിലായി. വേറെ ഒന്നുമല്ല, നമ്മുടെ ഗൗരി എല്ലാം ഒത്ത ഒരു സുന്ദരി തന്നെയാണ്. ഉയരത്തിൻ്റെ കാര്യത്തിലായാലും നിറത്തിൻ്റെ കാര്യത്തിലായാലും മുടിയിലായാലും എല്ലാം കൊണ്ടും ഒരു സുന്ദരി കുട്ടി തന്നെ. ഇന്ന് സാരി കൂടി ആയപ്പോൾ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കോഴികൾ കൂടി അവളെ നോക്കി നിന്നുപോയി. ഇതൊന്നും നിഷയ്ക്ക് പിടിക്കാതെ ആയിട്ടുണ്ട്. കൂടെ ആദിയോട് ഒരു ക്രാഷ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. 3-4 മാസമായി. ഇനി ആദി ഗൗരിയെ നോട്ടമിടുമോ എന്നൊരു സംശയം കൂടിയുണ്ട് കുട്ടിക്ക്. എല്ലാം കൂടി നിഷ ഗൗരിക്ക് പാരയാകുമോ എന്തോ.